ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് പ്രോൺസ് കിട്ടിയിട്ടുണ്ട്. കൊഞ്ച്, ചെമ്മീൻ എന്നൊക്കെ പറയുന്ന ഒരു പ്രത്യേക തരം ഐറ്റം. ഭയങ്കര വലുതായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കിട്ടിയപാടെ ഉഷാമ്മ പറഞ്ഞു നമുക്ക് ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാമെന്നുള്ളത്. ചെമ്മീൻ വൃത്തിയാക്കി കൊടുക്കുക എന്നുള്ളത് കുറച്ച് പണിയുള്ള കാര്യമാണ്. പക്ഷെ ഉഷാമ്മ നല്ല കൃത്യമായിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ തോടും വേണ്ടാത്ത സാധനങ്ങളൊക്കെ മാറ്റി തല അങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് വേറെ എന്തോ ഫ്രൈ എന്തോ ആക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല വൃത്തിയാക്കിയിട്ട് ക്ലീൻ ആക്കിയിട്ട് എടുക്കുക. വേസ്റ്റും കാര്യങ്ങളൊക്കെ കളഞ്ഞ് നല്ല ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇത് കുറേ വെള്ളത്തിൽ കഴുകി കേട്ടോ. കുറേ വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി സെറ്റാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. തലയും വാലൊക്കെ പോയപ്പോൾ ചെറുതായോ. ചെമ്മീനിലേക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് ബിരിയാണി മസാലയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മസാലയൊക്കെ നന്നായി പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് 1 മണിക്കൂറോളം ഞങ്ങൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചു കേട്ടോ. അതിനുശേഷം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചൂടായി വരുമ്പോഴത്തേക്കും ചെമ്മീനൊക്കെ ഇട്ട് കൊടുത്തു. ചെമ്മീൻ അവിടെ ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും നമുക്ക് മസാല തയ്യാറാക്കാം. ഇതിലേക്ക് ആവശ്യമായ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, സവോള, തക്കാളി ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ആദ്യം ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ആദ്യം ഒന്ന് നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് തക്കാളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് വഴറ്റി വരുമ്പോഴത്തേക്കും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് മിക്സാക്കി വരുമ്പോഴത്തേക്കും ആവശ്യമുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും മുളക് പൊടിയും കുറച്ച് ബിരിയാണി മസാലയും കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. നന്നായി ഒന്ന് വാടി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ആവശ്യത്തിന് കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് കുറച്ച് സമയമൊന്നും അടച്ച് വെച്ചിട്ട് വേവിക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ മസാലയൊക്കെ റെഡിയാവും. ഇനി നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കാം. അരിയൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. 2 ഗ്ലാസ് അരിയാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് എടുത്തത്. പാത്രമൊക്കെ അടുപ്പത്ത് വെച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമായ എല്ലാ സ്പൈസസും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് അരി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഉപ്പും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നോക്കി ഇട്ട് കൊടുക്കണം കേട്ടോ. അരിയെല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ ഗ്യാസിൽ തന്നെയാണ് ഇട്ടത്. അടുപ്പത്ത് പുറത്ത് കത്തിക്കൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഗ്യാസിൽ തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോഴേക്കും മസാലയൊക്കെ റെഡിയായി. അപ്പോഴേക്കും ചോറൊക്കെ വെന്ത് വന്നു കേട്ടോ. ഇനി പകുതി ചോറ് അങ്ങോട്ട് മാറ്റി കൊടുത്ത് ദമ്മ് നമുക്ക് സെറ്റാക്കാം. പകുതി ചോറ് മാറ്റി കൊടുത്തിട്ട് മസാലയും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്കും കൂടിയിട്ട് ബാക്കി ചോറും കൂടി ഇട്ട് കൊടുത്തിട്ട് സെറ്റാക്കാം. ഈ സമയത്തിനുള്ളിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കാണിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പോൾ അതും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കുറച്ച് ജെറിയും അതിൻ്റെ കൂടെ ക്യാരറ്റ് ക്രഷ് ചെയ്തും കൂടി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നെയ്ച്ചോറിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. സാധാരണ അടുപ്പൊക്കെ ആണെങ്കിൽ എല്ലാം മൂടി വെച്ചതിന് ശേഷം ബാക്കി വരുന്ന തീക്കനലൊക്കെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗ്യാസിലായതുകൊണ്ട് അതൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. ഒരു മല്ലിയിലേൻ്റെ കുറവ് ഇത് കാണുന്നുണ്ട് കേട്ടോ. മല്ലിയില ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഇട്ടിട്ടില്ല. മല്ലിയിലയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആവുമായിരുന്നു. ഇതൊക്കെ കൂടി മിക്സ് ആക്കിയിട്ട് ഒന്ന് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ദമ്മൊക്കെ പൊട്ടിക്കുന്നുണ്ട്. നല്ല അടിപൊളിയൊരു സ്പെഷ്യൽ മണം ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു കേട്ടോ. മണം എന്തായാലും നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണാൻ വേണ്ടി പറ്റൂലല്ലോ. അപ്പോൾ നല്ല അടിപൊളി ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ടാറ്റാ.